ഗുണ്ടുകാട് സാബു ഞാനായിട്ട് രൂക്ഷമായ പ്രശ്നമായിരുന്നു. ഉള്ള പറയാം സാബു ആദ്യം അല്ല അന്നൊക്കെയാണെങ്കിൽ പിടിച്ച ഇടിയാണ്. ഇടി 2 ദിവസം കഴിഞ്ഞ ശേഷം ഇടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓംപ്രേഷനെ അറിഞ്ഞൂടെ ഞാൻ കാരണം ഓംപ്രേഷനൊക്കെ അറിയാം. ഓംപ്രേഷൻ എൻ്റെ ജൂനിയറാണ്. അത് നമ്മളെ സമയത്ത് എന്നെ കുത്തുന്ന സമയത്താണ് വാച്ചൻ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജിനകത്തിട്ട് പിന്നെ ഒരുപാട് നിരന്തര സമരങ്ങളുടെ മുഖമാണ്. അന്നത്തെ നേതാക്കന്മാരെന്ന് വെച്ചാൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു. അന്ന് സാബു സിറ്റിക്കകത്ത് കിട്ടിയ പാഴുന്ന സമയം നമ്മൾ രംഗത്ത് സജീവമായി എതിർത്ത് തന്നെ അടിയാൻ കഴിയുന്നത് തലവെടുപ്പോടുകൂടി സുൽസിഗുരിനെയൊക്കെ വളഞ്ഞ പോലീസ് അടിക്കാൻ പറ്റില്ല. അത്ര സൈസാണ് അടി. എത്രയുമായി പേടിയാണ് പോലീസ് അടിക്കാൻ. അടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കാരണം ചോദിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്തായാലും കർണാടക ഒരു കോലം കത്തിക്കണമെങ്കിൽ നമ്മൾ 5 കോലങ്ങൾ ഉണ്ടാകും. ഒരു കോലം കത്തിക്കാൻ വെച്ചാൽ കോലം കത്തിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാടെന്ന് വെച്ചാൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം ഗുണ്ടുകാരുടെ ബാട്ടയിൽ പ്രദേശം വരില്ല. കുന്നൂരിൽ ആട്ട പിടിച്ച് വരില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും ബിനുവും തമ്മിലുള്ളൊരു ബന്ധം ഒരുമിച്ച് പഠിച്ച ബന്ധമാണ്. അല്ലല്ല, അസാധ്യമായൊരു ബന്ധമാണ്. എന്നെയും കാട്ടി ജൂനിയറാണ് ബിനീഷ് കോടിയേരി. ഒരുപാട് ജൂനിയറാണ്. ഞങ്ങൾ ബിനീഷ് കോടിയേരി സെൻറ് ജോസ് സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ ഞാൻ കോളേജിലാണ്. ഞാൻ 94 സ്കൂളിൽ ഇവിടെ 94 പ്രീ ഡിഗ്രി ബാച്ചാണ് സംസ് കോളേജാണ്. അന്ന് അറിയാമല്ലോ 93 സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ എസ് എഫ് എന്നെ പിൻഡോ സാവാണ് എസ് എഫ് രംഗത്ത് കൊണ്ടുപോകും. മെഡിക്കൽ സ്കൂളിൽ പഠിക്കും. പിൻഡോ സാവ് ഇന്നില്ല. അന്ന് ആ മെഡിക്കൽ സമരം പിന്നെ നമ്മളെ വിളനില സമരമൊക്കെ കത്തിക്കുന്ന സമയമാണ്. രൂക്ഷമായ സമര പിന്നെ പോളീസ് സമരം കത്തിക്കണം. ബസ് ടിക്കറ്റ് കൺസെഷൻ വിദ്യാർത്ഥി കൺസെഷൻ വെട്ടിച്ചുരുക്കേണ്ട വിഷയം. അങ്ങനെ ഒരുപാട് നിരന്തര സമരങ്ങളുടെ മുഖമാണ്. അന്നത്തെ നേതാക്കന്മാരെന്ന് വെച്ചാൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഒരു ആചാരഭാവം നിൽക്കുമ്പോൾ തന്നെ ജോയ് എണ്ണ താടിയൊക്കെ വളർത്തി ജോയ് എണ്ണൻ സുൽസി കുര്യൻ VS മാത്യു നഹാസണ്ണൻ ബിജു ജയ് മാത്യു ജിങ്ക ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു തലയെടുപ്പോടുകൂടി സുൽസി കുര്യനെയൊക്കെ വളഞ്ഞ പോലീസ് അടിക്കാൻ പറ്റില്ല. അത്ര സൈസാണ് അടി. എത്രയുമായി പേടിയാണ് പോലീസ് അടിക്കാൻ. ഇന്നൊക്കെ അല്ലേ കോലം കത്തിക്കണ ചുമ്മാ കത്തിക്കണം. അന്ന് കോലം കത്തിക്കാൻ പറ്റില്ല. ഒരു കോലം കർണാടക ഒരു കോലം കത്തിക്കണമെങ്കിൽ നമ്മൾ 5 കോലങ്ങൾ ഉണ്ടാകും. ഒരു കോലം കത്തിക്കാൻ വെച്ചാൽ കോലം കത്തിക്കാൻ പാടില്ല. നമ്മൾ കോലം ഒളിച്ച് 4 സൈഡിൽ നിന്നാണ് ചുമലെടുത്ത് സെക്രട്ടറിൻ്റെ ഒരു കോലം ഫ്രണ്ടിൽ വരും. ബാക്കിയുള്ള കോലം നമ്മൾ ഒളിച്ച് സെക്രട്ടറിൻ്റെ സൈഡിൽ കൂടെയും ഒക്കെ കോലം കത്തിച്ച് അതിൻ്റെ അവസാനം ഒരു കോലം നമ്മൾ കത്തിച്ചിരിക്കുകയാണ്. മനസ്സിലായി? അല്ല ഇപ്പോഴേ കോലം വെച്ചു. കരിങ്കുടിയാണ്. ഇപ്പോൾ പണ്ട് കരിങ്കുടി ഇപ്പോൾ ആർക്കും കത്തി. പണ്ട് കോലം കത്തിക്കാൻ പറ്റില്ല. കരിങ്കുടി കാണിക്കാൻ മൃഗീയമായ മർദ്ദനമായി പിടിച്ച് മർദ്ദനം മാത്രമല്ല ജയിലിലാണ്. അപ്പം അങ്ങനെ ഒരുപാട് സമരങ്ങളിലൂടെ നമ്മൾ ആ പോരാട്ട കാലഘട്ടമാണ്. ഭയങ്കര ഒരു ഐക്യമുള്ള കാലഘട്ടം. ത്രില്ലിംഗ് ആയിട്ടുള്ള ഭയങ്കര ആവേശകരമായൊരു എന്നുവെച്ചാൽ അന്നൊക്കെ നമുക്ക് ആഹാരം കഴിക്കാതെയാണ് ഈ ഒന്ന് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടിൽ പോയി ഒന്നേ പോലീസ് പോകുക അല്ലെങ്കിൽ ഗുണ്ടകൾ ആക്രമിക്കും. കാരണം ഇവിടെ സിറ്റിയിലുള്ള അന്നത്തെ നിങ്ങൾ ആ കാലഘട്ടത്തിലെ ഗുണ്ടാ സംഘങ്ങളുടെ എതിർക്കും. പോലീസ് മൊത്തം അവർക്ക് സപ്പോർട്ടാണ്. കോൺഗ്രസ് ഷാജിയും അവരൊക്കെ എല്ലാ സംഘങ്ങളും പേര് ഇപ്പോൾ ആരും പറയില്ല. അപ്പോൾ പേരുണ്ടല്ലോ. എല്ലാ ഗുണ്ടാ സംഘങ്ങളും അന്ന് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന MLA ഹോസ്റ്റലിലായിരുന്നു അവരെ പ്രധാന താവളം. വെച്ചാൽ ഗുണ്ടാ സംഘം വെച്ചാൽ നിങ്ങൾ മനസ്സിൽ കോളേജ് പഠിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഇവർ പിടിച്ചു കയറി മോഷണം കൂലിക്കടിക്കാൻ പോവുക അങ്ങനെയുള്ള സംഘങ്ങൾ അത് മൊത്തം അന്ന് കോൺഗ്രസ് വഴിയിലാണ്. ഇവരെല്ലാം ഉപയോഗിക്കുന്നത് SFI അടിച്ചമർത്താൻ വേണ്ടി. എൻ്റെ ക്യാമ്പസ് മൊത്തം എല്ലാം SFIയുടെ കയ്യിലുള്ളതാണ്. അങ്ങനെയാണ് ആ കാലത്ത് എനിക്ക് ഓർമ്മ. യൂണിവേഴ്സിറ്റി അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഹരിയണ്ണന് വൃക്ക പോകണം. ഒരു പ്രകടനം പോകുന്നു. ഹരിയണ്ണൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ നേരെ വന്നു ആക്രമിക്കുന്നു. ആ കുത്തുകൊള്ളുമ്പോൾ ഹരിയണ്ണൻ അറിയില്ല കുത്തു കിട്ടുന്നത്. തിരിച്ച് ആ സമയത്ത് 2-3 SFIക്കാർ ആ സമയത്തുള്ളൂ. ആ പ്രകടനം മൊത്തം അടിച്ചു ഓടിച്ചു കോൺഗ്രസ്. യൂണിവേഴ്സിറ്റി മുന്നിലൂടെ കടന്നു പോകുന്ന ഏകദേശം 500ഓളം പേരുള്ള കോൺഗ്രസിന്റെ പ്രകടനം കടന്നു വരുന്നു. ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. 3 പേര് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെ അടിക്കുന്നു. ഹരിയണ്ണന് കുത്തു. പക്ഷെ കുത്തുകിട്ടുമ്പോൾ ഹരിയണ്ണൻ അറിയുന്നില്ല. പക്ഷേ ഇവർ 3 പേര് നിന്ന് അവരെ നേരിട്ടു. പിന്നീടാണ് അതിന് കുത്തുകിട്ടുന്നത്. അന്ന് പിറ്റേന്ന് ഭയങ്കര സമരമൊക്കെയാണ്. വലിയൊരു കമ്മീഷൻ ഓഫീസ് മാർച്ച് ആടി. ശരത്പ്രസാദിന്റെ ഓഫീസ് ശരത്പ്രസാദ് അന്ന് MLA ശരത്പ്രസാദ് ആയിരുന്നു. അന്ന് ഇതിനെല്ലാം നേരത്തെ കൊടുക്കുന്നു എന്നുള്ള വലിയൊരു സംഭവമാണ്. MLA ഹോസ്റ്റലിൽ നമ്മൾ അത് നമ്മളെ സമയത്ത് എന്നെ കുത്തുന്ന സമയത്താണ് വാച്ചാൻ പാടില്ല. യൂണിവേഴ്സിറ്റി കോളേജിനകത്തിട്ട് എന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഇല്ലായിരുന്നു. 25ാം രേത ജൂബിലി SFIയുടെ 25ാം രേത ജൂബിലി ആഘോഷം നടക്കുന്ന സമയത്താണ് എന്നെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കുത്തുന്നത്. വെളിയിൽ നിന്നുള്ള ഈ ഗുണ്ടാ സംഘങ്ങൾ എന്നെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ 4 സൈഡിലും ഗേറ്റുണ്ട്. ഇപ്പോഴാണ് 2 സൈഡിലുള്ളൂ. അന്ന് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കവർ ചെയ്താണ് നമ്മൾ എന്നെ അതിനകത്ത് കുത്തുന്നത്. അന്ന് കൗൺസിലർ എന്ന നിലയിൽ ബിനു നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? ഒരുപാട് കാര്യങ്ങൾ. 5 വർഷം എന്തായാലും ഞാനത് റഷീദ് സാബാണ് ഈ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി. അന്ന് ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഞാൻ.
അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഈ സമരമുകളിൽ ഒരുപാട് കേസിൽ മിക്ക കേസുകളിലും ഒരു പ്രകടനം നടത്തിയാൽ ഞാനില്ലെങ്കിൽ പോലും പോലീസ് IP വിനു, മീന ഭവൻ, ജനറൽ ഹോസ്പിറ്റൽ എടുത്തിരുന്നു. ഉറപ്പാണ്. ഞാൻ ഇല്ലെങ്കിൽ ആ അഡ്രസ്സ് കാണാപ്പെടും. അപ്പോൾ എല്ലാത്തിലും പ്രതിയാക്കലാണ് പരിപാടി. അപ്പോൾ ഞാൻ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് റഷീദ് സ്ഥാനാർത്ഥി തീരുമാനം വിജയകുമാർ സാഹു എല്ലാവരും ഉണ്ടായിരുന്നു. കുന്നൂഴി വാർഡ് ഇങ്ങനെ 2-3 പേര് വന്നു. അതിൽ വിനു IP നിൽക്കണം. ഞാൻ പിന്നെ എനിക്കൊരു ബന്ധമില്ല, എനിക്കില്ല, ഒരു ബന്ധമില്ല, ഞാൻ നിൽക്കത്തില്ലെന്ന്. അപ്പോൾ റഷീദ് സാഹാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നെ നിൽക്കണം, മത്സരിക്കണം. ഞാൻ മനസ്സിൽ അവിടെ നിന്ന് പറയും തോറ്റു പോകും, ഞാൻ മത്സരത്തിൽ നിൽക്കുന്നില്ല, ഞാൻ പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യം, എനിക്ക് മത്സരം നിൽക്കുന്ന താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ തീരുമാനമാണെന്ന് പറഞ്ഞു. ജയംബാസു ഉണ്ടായിരുന്നു. ജയംബാസു എല്ലാം തീരുമാനം തീരുമാനിച്ചപ്പോൾ തീരുമാനം നിന്നു. ജയിക്കും എന്നുള്ള കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു. ജയിച്ചു, 132 വോട്ടിന് ജയിച്ചു. അന്ന് അവിടെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ജനങ്ങൾക്കൊപ്പം ജനങ്ങൾ ഒരു കൂടെ കാണും. പക്ഷേ ആ വാക്ക് 5 വർഷം എനിക്കവിടെ പാലിക്കാൻ സാധിച്ചു. ഏത് നിമിഷം ഏത് പാരാത്രിയും എന്താവശ്യത്തിന് വിളിച്ചാൽ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ജനപ്രതിനിധി ആയാൽ പിന്നെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ആളുകളുടെ സഹായം ചോദിച്ചാൽ ഇപ്പോൾ ആശുപത്രി കേസിനകത്ത് എൻ്റെ ഒരു ഇതാണ്. ആശുപത്രി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിനകത്ത് വിഷയം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്. ആശുപത്രിക്കകത്തൊരു ആവശ്യമായി വന്നാൽ അതിനകത്ത് രാഷ്ട്രീയം നോക്കില്ല, അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. നമ്മളാ കഴിയുന്ന നമ്മൾ സഹായിക്കേണ്ട സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾക്കൊണ്ടുവന്ന തന്നെ. അപ്പോൾ അതിനെ കുന്നൂഴി വാളിനകത്തും ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ ഓരോ ദിവസവും കുന്നൂഴി വാർഡിനെ എങ്ങനെ, കുന്നൂഴി വാർഡെന്ന് വെച്ചാൽ അന്ന് അറിയപ്പെടുന്നത് ബാട്ടങ്ങിൽ മാത്രമല്ല കോളനി പ്രദേശം. കുന്നൂഴി വാർഡെന്ന് വെച്ചാൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം. ഗുണ്ടുകാട് ബാട്ടങ്ങി പ്രദേശം ആരും വരില്ല, കുന്നൂഴി ആട്ട പിടിച്ച് വരില്ല. സിറ്റിയിലെ പ്രധാന അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കോളനി നഗരമാണ്, പണ്ട് കോളനി. അപ്പോൾ എല്ലാ സംഘങ്ങളും ഇവരെ ഒന്ന് താഴ്ത്തപ്പെടുന്ന അവസരം. അപ്പോൾ ഈ കുന്നൂഴി എങ്ങനെ ഉയർത്തി ഓരോ ദിവസവും ഈ കുന്നൂഴി വാർഡെന്നുള്ള പേര് മുകളിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. ജയിച്ചു, ഭയങ്കരമായിട്ട് ജയിച്ചു. വെച്ചാൽ ഇന്ത്യ തലത്തിൽ, ഓൾ ഇന്ത്യ തലത്തിൽ ഈ സാധനം ശ്രദ്ധിക്കപ്പെടുന്നു. കുടുംബശ്രീ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കുടുംബശ്രീ ആദ്യമായി ഇന്ത്യയിൽ യൂണിറ്റ് ഉണ്ടാകുന്നത് കുന്നൂഴിയിലാണ്. അപ്പോൾ അത് നല്ല വിജയം കണ്ടത്. അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ 3 യൂണിറ്റ് അന്ന് ട്രാൻസ്ജെൻഡേഴ്സ്. ഇത് ഒക്കെ പറയുമ്പോഴും കുന്നുകുടി വാർഡിലെ ഗുണ്ടുകാട് സാബുവും IP തമ്മിലുള്ളൊരു ബന്ധം. ഗുണ്ടുകാട് സാബു ഞാനായിട്ട് രൂക്ഷമായ പ്രശ്നമായിരുന്നു. ഉള്ള പറയാം, സാബു ആദ്യം വല്ല അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ട് സാബു. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നിങ്ങളെ ആക്രമിക്കാൻ വരെ അയാൾ തീരുമാനിച്ചു. അങ്ങോട്ട് ആ ഇതുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നെ അവർ മാറ്റം മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളും ഒക്കെ മനസ്സിലാക്കി ജനങ്ങൾ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചായിരുന്നു. പിന്നെ നിരന്തരം ആക്രമണം ഗുണ്ടാ സമരമല്ല, പല സമയത്ത് പല ഭാഗത്തുനിന്ന് സമരം മുകളിൽ ഞാൻ പല ഭാഗത്തും സെക്രട്ടേറിയറ്റിനകത്ത് നമുക്കൊന്ന് വാഹനമൊന്നുമില്ല, സ്കൂട്ടറൊന്നുമില്ല, അറിഞ്ഞാൽ പോകണം, ബസ്, ഓട്ടോറിക്ഷ ഇതുള്ള സാധനം. പല സമയത്തും നമ്മളെ ടൈം നോക്കി നമുക്ക് ആക്രമിക്കാം, നമ്മൾ കോളേജ് ടൈം ആക്രമിക്കാം. അത്ര വൈരാഗ്യമായിരുന്നു സാബുവിനല്ല, പൊതുവേ പൊതുവെ കോൺഗ്രസിനായിട്ടുള്ള സാബുവിന് ടീമല്ല. പിന്നെ സാബുവിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് CPM-ലേക്ക് തിരിച്ചു വന്നു. പാർട്ടി മെമ്പറാണ്. എല്ലാ രംഗവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും സാബു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാണ്. അതെ, ഒരു എന്താണ് എല്ലാവരും ജനിച്ചുകൊണ്ട് ഉണ്ടായിട്ടല്ല പറഞ്ഞത്. പ്രത്യേക സാഹചര്യവും സന്ദർഭവും ഒക്കെ ആയിട്ട് ഷാബുവിൻ്റെ ചേട്ടനെ കൊല്ലപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരിച്ചറിവുകളുണ്ടായിട്ട്. പക്ഷെ ബിനുവിന് പുള്ളിക്ക് ഒരു കാലത്ത് ബിനു ഹിറ്റ് ലിസ്റ്റിലായിരുന്നു, ഉറപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിരുന്നു. അന്ന് സാബു സിറ്റിക്കകത്ത് കെട്ടിടം വാഴുന്ന സമയം നമ്മൾ രംഗത്ത് സജീവമായി എതിർത്ത് തന്നെ അടിയെങ്കിൽ അടിയെന്നുള്ള സ്റ്റൈൽ നമ്മളെല്ലാം നിന്നത്. വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, അങ്ങനെ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. സിറ്റി ഇപ്പോൾ അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും ബിനു തന്നെയാണ്. അല്ലല്ല, അയാൾ താനേ തിരുത്തി അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും എത്രയോ ആളുകൾ അങ്ങനെ നടന്ന എത്രയോ ആളുകൾ CPM-ലേക്ക് തിരികെയല്ല, അത് നന്നായി CPM കുടുംബം നന്നായി പോയിട്ട് പോകുന്ന എത്ര ആളുകളുണ്ട്. ഞാൻ എണ്ണി പറയും. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന കിടിലം കൊള്ളിച്ച ഇങ്ങനെ ഗുണ്ടാ പ്രവർത്തനം നടത്തിയെന്ന ആളുകൾ ഒരു കുടുംബമൊക്കെ ആയി മര്യാദയ്ക്ക് ഇപ്പം CPM-ലെ പഠനത്തിൽ പങ്കെടുക്കുക, മര്യാദ പരിപാടി പങ്കെടുക്കുക, കുടുംബം കഴിഞ്ഞ് പോവുക, ജോലിയൊക്കെ പോകുന്ന അവസ്ഥയിൽ വന്നിട്ടാണ്. സാബുവിൻ്റെ എത്ര പ്രാവശ്യം വധഭീഷണി നേരിടേണ്ടി വന്നിട്ട്? ഒരുപാട് പ്രാവശ്യം എന്നാണ് എൻ്റെ. സാബുവിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. സാബു ഒരിക്കൽ ഉണ്ട്, ഞാൻ മലയാളി ഉണ്ടായിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ടും അടിച്ചു തന്നെയാണ് നിന്നത്. ബിനു ടീച്ചാൽ അടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കാരണം ചോദിക്കാൻ മറു കാരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്തായാലും എൻ്റെ പറഞ്ഞു വന്നാൽ എന്നാൽ കഴിയുന്ന പ്രതികരണം ഞാൻ ചെയ്യും. അതങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഒരിതല്ല. സാബുക്ക് തിരിച്ചു വന്നൊരു വലിയ ബിനുവിനെയാണ് കൊണ്ടുവന്നതാണ് ഞാൻ അറിഞ്ഞത്. ഞാനല്ല. അതിന് മുമ്പേ ഇതിനകത്ത്
അന്ന് നിന്ന് എല്ലാവരും പാർട്ടിയിലേക്ക് വന്നു. എന്നിട്ട് വെച്ചാൽ പാർട്ടി എല്ലാ സംഘവും നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാവാൻ എല്ലാവരും തയ്യാറായി. എല്ലാവരെയും അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കേസെല്ലാം തീർത്ത് നെല്ല് അല്ല നല്ല നടപ്പാണെങ്കിൽ മാത്രമേ അല്ല ചുമ്മാ ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്ത് വീണ്ടും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനം പാർട്ടി പറയണ്ടേ. അപ്പോൾ ഈ സാബു എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഗുണ്ടയുമായി ഏറ്റുമുട്ടുമ്പോൾ ബിനുവിന് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല? വലിയ കുട്ടി ഇവിടെ ആരാണ് ഗുണ്ട? നിങ്ങളിങ്ങനെ ഉണ്ടാവും, എല്ലാവരും മനുഷ്യരല്ലേ. അല്ല, ബിനുവിന് ഭയമില്ലായിരുന്നു. എന്ന് ഭയപ്പെടുന്നതിനാണ് ജനിച്ചു കഴിക്കാൻ മരിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളതുള്ളൂ. അടിച്ചത് തിരിച്ചടിച്ചു മനക്കെട്ടി വേണം അതിന്. അടികൂടാൻ അടിച്ചാൽ തിരിച്ചടിക്കാൻ മനക്കെട്ടി അല്ല. അടിച്ചതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ എപ്പോഴത്തോളം ഭയപ്പെടുവോ അത്രത്തോളം ശത്രുക്കൾ കൂടുതൽ നമ്മളെ കയറി മേയും. നമ്മളെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു കടുവ വരികയാണ്. ആ കടുവ ആദ്യം ആരാക്രമം, നമ്മളിപ്പോൾ 5 പേരുണ്ട്, അതിൽ ആരാക്രമിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനെ കടുവ ആക്രമിക്കുള്ളൂ. അതെ, ശാസ്ത്രം അറിയാമോ? അതെ 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 അതെ. അതുകൊണ്ട് ഓടാതെ നിൽക്കുന്നവനെ ആക്രമിക്കില്ല. ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ വീണെന്നിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു എന്താണ് അല്ലേ, വീഴേണ്ട സമയത്ത് വീഴും, കിട്ടേണ്ട സമയത്ത് കിട്ടും, കൊടുക്കേണ്ട സമയത്ത്. അതെ നിങ്ങൾ പറഞ്ഞു പോയി ഗുണ്ട എന്നുള്ള സൈഡിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഞാനല്ലേ ഇന്റർവ്യൂ ചെയ്തത്, അപ്പോൾ എനിക്കറിയാം. സാബൊക്കെ നല്ല ഇതായി ഇപ്പൊ സിനിമാ രംഗത്ത് വന്നു, കുടുംബം കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ അത് ഓരോരുത്തരുടെ സാഹചര്യം. നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രെസ് പാർട്ടി അറിയണമെന്നുള്ളതാണ്. അല്ല, പാർട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഒരുപാട് സാഹചര്യങ്ങൾ ഇതുണ്ട്. റെജി എൻ്റെ കൂടെ നിന്ന് റെജി എന്നെയാണ് ഇപ്പോൾ സ്റ്റുഡൻസ് സെൻ്ററിനകത്ത് നമ്മളിരിക്കുക. നമ്മൾ ആ കാലഘട്ടത്തിൽ ഞാൻ 94-95 കാലഘട്ടത്തിലൊക്കെ ഈ എല്ലാ സംഘങ്ങളും നമ്മൾ പോലീസിനെ പഠിച്ചു കൊണ്ടാണ്. പോലീസ് പിടിച്ച ഇന്നത്തെ അത് കൊണ്ട് ജയിലിൽ ചുമ്മാ ഇരുന്ന് എഴുതി ഇപ്പോഴാണെങ്കിൽ പേപ്പർ വർക്ക് നടത്തി കോടതി ഹാജരാക്കി ജയിലിൽ വിടും. അന്നൊക്കെയാണെങ്കിൽ പിടിച്ച ഇടിയാണ്. ഇടി 2 ദിവസം കഴിഞ്ഞ ശേഷം ഇടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്നുള്ള ഇപ്പം പേരറിയാമോ? ശ്രീധര സർ. അതൊക്കെ സ്ഥായിയല്ലല്ലോ. ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ സ്വാഭാവിക പോലീസ് ഏത് ഭരണം വരുമ്പോഴും ഉപകരണമാണ് പോലീസ്. അപ്പോൾ സ്വാഭാവികം അന്ന് 94 എന്നെ പിടിച്ചു. ഇന്നത്തെ കാലത്തൊക്കെ എന്ത് സുഖം. അന്നത്തെ എന്നെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. എൻ്റെ മോൻ വന്നിട്ട് വിടുള്ളൂ എന്നുള്ള കാര്യത്തിൽ എസ്എഫ് നേതാക്കം വീട്ടിൽ കയറി അച്ഛനെ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ സഹോദരനെ പിടിച്ചുകൊണ്ട്, അച്ഛൻ അല്ലെങ്കിൽ സഹോദരനെ പിടിച്ചുകൊണ്ട് ഇതിൽ എസ്എഫ് നേതാവിനെ കിട്ടാൻ വേണ്ടി പിടിച്ചുകൊണ്ട്. അന്നത്തെ സമരം പോലീസിൻ്റെ മാറാണ്. ഇപ്പോഴെല്ലാം അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പം പിടിച്ചാൽ എഴുതുക, അങ്ങ് കോടതി വിടുക, റിമാൻഡാണ്. അന്നാണ് അത് 2 ദിവസം കഴിഞ്ഞിട്ട് അടിയും കൊടുത്തിട്ട് പുറത്തെല്ലാം കോടതി. അച്ഛനെ തല്ലിയിട്ടുണ്ടോ പോലീസ്? അച്ഛനെ തല്ലിയിട്ടില്ല, പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അന്ന് പ്രതീക്ഷ VS അച്യുതനാണ് സ്റ്റേഷനിൽ ഇടപെട്ടത്. ഇടപെട്ട് ഭയങ്കര വിഷയമാക്കി ഇറക്കി വിട്ട് അവനെ പിടിക്കണം എല്ലാ സമരത്തിന്റെ ഭാഗമാണ്. സമരത്തിന്റെ മറ്റൊരു സുഹൃത്താണ് ഓംപ്രകാശ്. അല്ലല്ല, നിങ്ങൾ എല്ലാ സിറ്റി ഓംപ്രകാശിനെ അറിഞ്ഞൂടെ? ഞാൻ കാണുമ്പോൾ ഓംപ്രകാശിനെയൊക്കെ അറിയാം. ഓംപ്രകാശൊക്കെ എൻ്റെ ജൂനിയറാണ്. ഓംപ്രകാശ് എൻ്റെ ജൂനിയർ. അല്ല, അഭിനയമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു സൗകര്യം കണ്ടറിയായി എന്നുള്ള അങ്ങനെ വലിയ ഓംപ്രകാശ് പണ്ട് പാർട്ടിയാണ്, DYFI പാർട്ടിക്കാരനായിരുന്നു. സാഹചര്യം കൊണ്ട് ഒരു കൊലക്കേസ് ചെന്നപ്പെട്ടു. പിന്നെ മലയം കീഴ് അജിയൊക്കെ പാർട്ടിയായിരുന്നു. പിന്നെ അജി കോൺഗ്രസ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി അജിയായിട്ട് അടിയാവുന്ന അടിയെ പ്രശ്നമൊക്കെ ഉണ്ടാവും. നിങ്ങളെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് അയാൾ അതെ സാബല്യത്തിനകത്ത് നമുക്ക് നമ്മൾ തിരിച്ച് അതേ ആണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ രാഷ്ട്രീയമാകുമ്പോൾ അത് അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരിക വീണ്ടും. അതൊക്കെ പാർട്ടിയാണ്, എല്ലാം പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ആരെന്ത് തീരുമാനം പാർട്ടിയാണ്, അല്ല ഒരു വ്യക്തിയല്ല. എന്ന് വ്യക്തി തീരുമാനിക്കുന്നു അന്ന് ആ വ്യക്തി എന്താണ് ഇല്ലാതാവും. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി ബിനു അഭിപ്രായം പറയണം. BSനെ ബിനുവിന് ഇഷ്ടമാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം എല്ലാ നേതാക്കന്മാരും ഇഷ്ടമാണ്. BS ആയാലും ശരി തന്നെയാണ്. അത് നാനാർ സവനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമുണ്ട്. നാനാർ സവനെ AK സംഭവിക്കുമ്പോൾ എനിക്ക് നാനാർ സവനെ കാറിൽ കൊണ്ടുപോകാൻ അതിനാണ്. SRP സവനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ VS സവനെ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ കൂടെ സംസാരിക്കാറുണ്ട്. പിണറായി സഭയായിട്ട് സംസാരിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. പക്ഷേ 1.5 വർഷക്കാലം ഞാൻ ബിനുവൊക്കെ പിണറായിയുടെ ഒരു ജൈത്രയാത്രയിലെ ഭാഗമായിരുന്നു ബിനു. അല്ല അങ്ങനെ നമുക്ക് എനിക്ക് ഏറ്റവും അങ്ങനെ ബഹുമാനം നാനാർ സവനെ ഇരട്ടപ്പേരിട്ട് വിളിക്കുമായിരുന്നു, കാക്കുടിക്കായിരുന്നു. ഞാൻ 10 മണി വരെ കിടന്നുറങ്ങിയത്. ഞാൻ 1.5 വർഷം AK സെൻ്ററിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്ന് അടിയിൽ നിന്ന് വിളിച്ചോണ്ട് എനിക്കിടാറുണ്ട്. ഈ രാത്രി നമ്മൾക്കുള്ള ഒരു കുഴപ്പമുണ്ട്. 2 മണി വരെയൊക്കെ ഉറക്കമിറങ്ങാതിരിക്കുക, വായന ഒക്കെ. ഇപ്പോഴാണ് ഈ മൊബൈലും ഒക്കെ. പണ്ടൊക്കെയാണ് എല്ലാം 2 മണി വായനയാണ്, ബുക്കുകൾ ഇങ്ങനെ വായിച്ച് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് 10 മണി വരെ കിടന്നുറങ്ങില്ല. ഈ സോവിയറ്റ് സാഹിത്യം കംപ്ലീറ്റ് വായിക്കും അല്ലേ? അല്ല കിട്ടുന്ന അപ്പോൾ സോവിയറ്റ് അന്ന് അങ്ങനെ
വായിക്കും. പക്ഷേ എല്ലാ നേതാക്കന്മാരും അങ്ങനെ ഒരു ബന്ധം സൗഹൃദം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഇഷ്ടമാണ്. ആരും ഇന്ന എന്നുള്ളതിലില്ല എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഷാജി സാറേ, നമുക്ക് പിണറായി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്, VS ഇഷ്ടമാണ്.